السلام عليكم ورحمة الله. അല്ലാഹു തആല പരിശുദ്ധമായ റമദാനിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയിൽ അവന്റെ വിശുദ്ധമായ പള്ളിയിൽ ഒരുമിക്കാൻ നമുക്ക് ഭാഗ്യം തന്നിരിക്കുകയാണ്. അല്ലാഹു ഈ സൗഭാഗ്യം നാളെ സ്വർഗ്ഗലോകത്ത് പരിശുദ്ധ റമദാനിന്റെ ശഫാഅത്തോടെ സംഗമിക്കാനുള്ള അമലുകളായി അല്ലാഹു നമ്മിൽ നിന്നും നമുക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അസീസ് മന്ത്രിയുടെ പത്നി സുലൈഖ ബീവി വശീകരിക്കാൻ പലവട്ടം ശ്രമം നടത്തി. അവസാനമായിട്ടാണ് വാതിലുകൾ അടച്ചുകൊണ്ട് ഒരു മുറിയിൽ സുലൈഖ ബീവിയും യൂസുഫ് നബിയും തനിക്കുകയാണ്. ഖുർആൻ പറയുന്നു, വലഖദ് ഹമ്മത് ബിഹി, സുലൈഖ ബീവി യൂസുഫ് നബിയെ കൊണ്ട് ചില കാര്യങ്ങൾ ഉദ്ദേശിച്ചു. വഹമ്മ ബിഹാ, യൂസുഫ് നബി സുലൈഖ ബീവിയെ കൊണ്ടും ചില കാര്യങ്ങൾ ഉദ്ദേശിച്ചു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചില കാര്യങ്ങൾ ഉദ്ദേശിക്കുകയുണ്ടായി. ഇവിടെ സുലൈഖ ബീവി യൂസുഫിനെ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്, യൂസുഫ് നബി സുലൈഖയെ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? വ്യത്യസ്ത വിശദീകരണങ്ങൾ നമുക്ക് തഫ്സീറിന്റെ കിതാബുകളിൽ കാണാൻ കഴിയും. അതിലൊരു അഭിപ്രായം ഇപ്രകാരമാണ്: വലഖദ് ഹമ്മത് ബിഹി, സുലൈഖ ബീവി യൂസുഫ് നബിയെ കൊണ്ട് ചില കാര്യങ്ങൾ കരുതി, എന്നാൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ കരുതി. സുലൈഖ യൂസുഫുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ അതിന് യൂസുഫ് വിസമ്മതിച്ചാൽ എന്തെങ്കിലും, മന്ത്രിയുടെ പത്നിയല്ലേ, എന്തെങ്കിലും ശിക്ഷാ നടപടികൾ കൊടുക്കണമെന്നും സുലൈഖ വിചാരിച്ചു. വഹമ്മ ബിഹാ, യൂസുഫ് നബി സുലൈഖയെ കൊണ്ട് ചില കാര്യങ്ങൾ കരുതി, എന്നാൽ ഇവളിൽ നിന്ന് പലപ്പോഴായി തനിക്ക് ഈ ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. തന്നെ വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടും പ്രേരിപ്പിച്ചുകൊണ്ടും പല പ്രവർത്തനങ്ങൾ സുലൈഖയിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട്. ഇനി അങ്ങനത്തെ എന്തെങ്കിലും പ്രവർത്തനം ഉണ്ടായാൽ അവളെ അടിക്കണം, അവൾക്കതിന് ശിക്ഷ കൊടുക്കണം. തന്റെ സയ്യിദത്താണ്, യജമാനത്തിയാണ്. ആ സയ്യിദത്താകുന്ന സുലൈഖയെ എന്തെങ്കിലും നടപടികൾ എടുത്തുകൊണ്ട് അവരോട് പ്രതികരിക്കണം, അതിന് വഴങ്ങി കൊടുക്കാതെ പ്രതികരിക്കണം എന്നാണ് യൂസുഫ് നബി കരുതിയത്. പക്ഷേ അല്ലാഹുവിൽ നിന്ന്, റബ്ബിൽ നിന്ന് ഒരു ദൃഷ്ടാന്തം, ബുർഹാൻ യൂസുഫ് കണ്ടില്ലായിരുന്നുവെങ്കിൽ, റബ്ബിൽ നിന്നൊരു ബുർഹാൻ, ഒരു ദൃഷ്ടാന്തം കണ്ടില്ലായിരുന്നുവെങ്കിൽ, അഥവാ തന്നോട് ഇതുപോലെയൊക്കെ കുടുക്കിയിട്ട് തന്നിൽ നിന്ന് ശാരീരികമായി എന്തെങ്കിലും സുഖം അവൾ ഉദ്ദേശിച്ചു കൊണ്ടുവന്നാൽ അവളെ അടിക്കണമെന്ന് കരുതി. പക്ഷേ അടിച്ചു കഴിഞ്ഞാൽ അത് നേരെ തിരിയും. എങ്ങനെ വരും? അടിച്ചു കഴിഞ്ഞ് അവളെ അടിച്ചു ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ അവളിലേക്ക്, പെണ്ണിന് പറയാലോ, പെണ്ണിന് ശേഷം പെണ്ണുങ്ങളുടെ തന്ത്രം പറയുന്നുണ്ട്. പെണ്ണിന് പറയാം, ഞാൻ യൂസുഫാകുന്ന ഞാൻ അവളെ ബലാത്കാരമായി കീഴ്പ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അവൾ വിസമ്മതിച്ചു, അങ്ങനെ അടിച്ചതാണ് എന്ന് പറഞ്ഞ് നേരെ കേസ് തിരിച്ചണം. മനസ്സിലായോ? ഞാൻ എന്ത് ചെയ്തു? ഇവളിങ്ങോട്ട് വന്നപ്പോൾ അവളെ അടിച്ചുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കാൻ, അവളെ പിന്തിരിപ്പിക്കാൻ ഉദ്ദേശിച്ച് അടിച്ചു കഴിഞ്ഞാൽ വരുന്നത് എങ്ങനെയാകും? മന്ത്രിയുടെ പത്നിയാണല്ലോ, അവൾക്ക് പറയാം, യൂസുഫ് എന്നെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു, ഞാൻ വഴുതി മാറിയപ്പോൾ, കുതറി മാറിയപ്പോൾ എന്നെ അവൻ അടിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് യൂസുഫിനെതിരെ കേസ് കൊടുക്കാം, യൂസുഫിനെതിരെ ശിക്ഷാ നടപടികൾ എടുക്കാം. അതുകൊണ്ട് തന്നെ അല്ലാഹുവിൽ നിന്ന് പ്രത്യേകമായ ബുർഹാൻ, അല്ലാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തം കണ്ടതുകൊണ്ട് ആ യൂസുഫിനെ ഉദ്ദേശിച്ച പ്രവർത്തനങ്ങളിൽ നിന്ന്, അഥവാ സുലൈഖയുടെ ഈ ദുശ്ചെയ്തിക്ക് പകരം പ്രതികാരം കൊടുക്കണം, ശിക്ഷ കൊടുക്കണം എന്ന് ഉദ്ദേശിച്ചു വെച്ച കാര്യത്തിൽ നിന്ന് യൂസുഫ് നബി പിന്തിരിയുകയാണ്. ഒരു നടപടിയും അവിടെ എടുക്കുന്നില്ല. കദാലിക
അപ്രകാരം ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തുകൊണ്ട് എല്ലാ തിന്മകളും നീതിവൃത്തിയും യൂസുഫിൽ നിന്ന് നാം തിരിച്ചു കളഞ്ഞു. കാരണം യൂസുഫ് നബി നിഷ്കളങ്കരായ നമ്മുടെ അടിമകളിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ആ യൂസുഫ് നബിക്ക് ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തുകൊണ്ട് ബുർഹാൻ കാണിച്ചു കൊടുത്തു. ഈ ബുർഹാൻ എന്താണ് അല്ലാഹു ആ സമയത്ത് കാണിച്ചു കൊടുത്തത് എന്നത് വിശദമായ ചർച്ചയുണ്ട്. അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. അല്ലാഹു തആല യൂസുഫ് നബിക്ക് ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തുകൊണ്ട് യൂസുഫ് നബി ഉദ്ദേശിച്ച പ്രവർത്തനം, അഥവാ തന്നിലേക്ക് തന്നെ കുടുക്കിയിട്ട് തന്നെ വശീകരിക്കാൻ, തന്നെ തന്നിലേക്ക് അഭയം പ്രാപിച്ച് സുലൈഖ വന്നാൽ അവളെ അടിച്ചൊരു സൈഡാക്കണം, അവളെ മാറ്റി നിർത്തണം എന്ന് കരുതി യൂസുഫ് നബി കരുതി വെച്ച കാര്യത്തിൽ നിന്ന് യൂസുഫ് നബി പിന്നോട്ട് പോയി ഒന്നും ചെയ്തില്ല, പ്രതികാരമൊന്നും ചെയ്തില്ല. വാതിലടഞ്ഞു കിടക്കുകയാണ്, വാതിലുകളൊക്കെ അടച്ചിരിക്കുകയാണ്. 7 വാതിലുകളാണ് അടച്ചു വച്ചിരിക്കുന്നത്. യൂസുഫ് നബി സുലൈഖയും ആ റൂമിൽ തനിച്ചാണ്. ആ സമയത്ത് യൂസുഫ് ആ സുലൈഖയുടെ ചതിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വാതിലിലേക്ക് ഓടി. ആ സമയത്ത് സുലൈഖയും ഓടി. രണ്ടുപേരും മത്സരിച്ച് വലിയ റൂമാണ്, വാതിലിലേക്ക് മത്സരിച്ചോടുകയാണ്. യൂസുഫ് രക്ഷപ്പെടാൻ വേണ്ടി ഓടുന്നു, സുലൈഖ ബീവി യൂസുഫിനെ പിടികൂടാൻ വേണ്ടി ഓടുകയാണ്. യൂസുഫ് നബിയാണ് ആദ്യം വാതിലിന്റെ സമീപത്തേക്ക് എത്തിയത്. പിന്നാലെ ഓടി വന്ന സുലൈഖ യൂസുഫിന്റെ ഖമീസിൽ പിടിച്ചു. പിൻഭാഗത്താണ് പിടിച്ചത്. യൂസുഫിന്റെ ഖമീസ് നീളക്കുപ്പായം സുലൈഖയുടെ പിടുത്തത്തിലൊക്കെ കീറി. പിൻഭാഗത്ത്. അങ്ങനെ യൂസുഫ് വാതിൽ തുറക്കുന്നു, സുലൈഖ പിടിച്ചു വലിക്കുന്നു, കുപ്പായം കീറുന്നു. വാതിൽ തുറക്കുന്ന സമയം കവാടത്തിൽ വാതിൽ തുറന്നു നോക്കുമ്പോൾ വാതിലിന്റെ തൊട്ടപ്പുറത്ത് സയ്യിദ് നിൽക്കുക. ആര്? യജമാനൻ ആര്? സുലൈഖയുടെ ഭർത്താവ് അസീസ് വന്ന് നിൽക്കുക. സുബ്ഹാനല്ലാഹ്. ആ സമയം ഉടനെ സുലൈഖ പ്ലേറ്റ് മാറ്റാണ്. സുലൈഖ പറഞ്ഞു, മാ ജസാഉ മൻ അറാദ ബിഅഹ്ലിക സൂഅൻ ഇല്ലാ അൻ യുസ്ജന ഔ അദാബുൻ അലീം. പ്രിയപ്പെട്ട ഭർത്താവേ, നിങ്ങളുടെ ഭാര്യയാകുന്ന എന്നോട് യൂസുഫ് മോശമായി ചില കാര്യങ്ങൾ ഉദ്ദേശിച്ചു വന്നിരിക്കുകയാണ്, മോശമായി പെരുമാറുകയാണ്. നിങ്ങളുടെ ഭാര്യയോട് മോശമായി പെരുമാറുന്നതിനുള്ള ശിക്ഷ ഇല്ലാതെ യുസ്തന, ഒന്നെങ്കിൽ ജയിലിൽ അടക്കപ്പെടണം, കാരാഗ്രഹത്തിൽ അവൻ അടക്കപ്പെടണം, അല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ അവന് കൊടുക്കണം. രണ്ടിലൊന്ന്. പ്രിയപ്പെട്ട ഭർത്താവെ, നിങ്ങൾ ഈ അടിമക്ക് നമ്മുടെ യൂസുഫിന് കൊടുക്കണമെന്ന് സുലൈഖ പറയുകയാണ്. ആ സമയത്ത് യൂസുഫ് നബി പറഞ്ഞു, ഓ സയ്യിദേ, ഓ യജമാനരെ, സുലൈഖയാണ് എന്നെ വശീകരിച്ചത്. ഞാൻ സുലൈഖയുടെ പിന്നാലെ പോയതല്ല, സുലൈഖ എന്നെ വശീകരിച്ച് റൂമിൽ കൊടുക്കിയതാണ് എന്ന് പറഞ്ഞ് രണ്ടാളും വ്യത്യസ്തമായ കാര്യങ്ങൾ പറയുമ്പോ സുലൈഖ പറയുന്നു, യൂസുഫാണ് എന്റെ പിന്നാലെ വന്നത്, എന്നെ പിടിക്കാൻ നോക്കിയത്. യൂസുഫ് നബി പറയുന്നു, അല്ല യജമാനരെ, എന്നെ സുലൈഖയാണ് വശീകരിച്ച് റൂമിൽ അകപ്പെടുത്തി എന്നെ പിടിക്കാൻ ശ്രമിച്ചത്. ആ സമയത്ത് സുലൈഖയുടെ കുടുംബത്തിൽ നിന്നൊരു വ്യക്തി അവിടെ സന്നിഹിതനായി. എന്നിട്ട് അദ്ദേഹം ഒരു തീരുമാനം പറയുകയാണ്, സയ്യിദ് എന്ത് ചെയ്യണം? രണ്ടുപേരും ഒന്ന് ഭാര്യയാണ്, ഒന്ന് താൻ മകനെ പോലെ സ്നേഹിക്കുന്ന തന്റെ അടിമയുമാണ്, പോറ്റുമകനെ പോലെ സ്നേഹിക്കുന്ന അടിമയും മറ്റൊന്ന് ഭാര്യയുമാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോ കുടുംബത്തിൽ നിന്ന് ഒരാൾ വന്ന് പറയുന്നു, ഓ സയ്യിദരെ, ഓ മന്ത്രി, നിങ്ങളുടെ ഭാര്യ പറയുന്നത് യൂസുഫ് തന്നെ പിടിച്ചു എന്നല്ലേ? യൂസുഫ് പറയുന്നത് സുലൈഖയാണ് എന്നെ പിടികൂടിയത് എന്നല്ലേ? സുലൈഖയാണ് എന്നെ വശീകരിച്ചത് എന്നല്ലേ? നിങ്ങൾക്കത് ഏതാണ് സത്യമെന്നറിയാൻ ഒരു വഴിയുണ്ട്. ആ ഖമീസിന്റെ കഷ്ണം അരകയിലുണ്ട്.
സുലൈഖയുടെ കയ്യിലുണ്ട്. ആ കമീസ് മുൻഭാഗത്ത് നിന്ന് കീറിയതെങ്കിൽ, മുൻഭാഗത്താണ് കമീസ് കീറിയതെങ്കിൽ സുലൈഖ സത്യം പറയുകയാണ്. യൂസുഫ് കള്ളനുമാണ്. കമീസ് മുന്നിലാണ് കീറിയതെങ്കിൽ സുലൈഖ പറയുന്നതാണ് യാഥാർത്ഥ്യം. സുലൈഖ നിരപരാധിയാണ്, യൂസുഫാണ് ചതിപ്രയോഗം നടത്തി, വഞ്ചന നടത്തി ഈ റൂമിൽ വന്നത്. അതല്ല, യൂസുഫിന്റെ വസ്ത്രം പിൻഭാഗത്താണ് കീറിയതെങ്കിൽ സുലൈഖ കളവ് പറയാണ്. യൂസുഫ് നബി സത്യസന്ധരുമാണ്. നല്ല തീരുമാനം. എവിടെ കിരക്കുന്നത്? പിന്നിലെ കിരക്കുന്നത്. അപ്പൊ ഇതിൽ ആരാ സത്യം? യൂസുഫ് നബി സത്യം. പിന്നിലാണെങ്കിൽ, പിന്നിൽ എന്ന് പറയുമ്പോ യൂസുഫ് നബി ഓടുന്നു, പിന്നാലെ പിടിച്ചു വലിക്കുന്നു. മുന്നിലെ കീറിയെങ്കിൽ സുലൈഖ നിരപരാധിയാണെങ്കിൽ യൂസുഫ് നബി അങ്ങോട്ട് ചെല്ലുന്നു. അപ്പോൾ ആ യൂസുഫിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി പിടിവലിയും മുൻഭാഗം കീറുന്നു. മുന്നിലാണ് കീറിയതെങ്കിൽ സുലൈഖ സത്യസന്ധയും യൂസുഫ് കള്ളനുമാണ്. പിന്നിലാണ് കീറിയതെങ്കിൽ സുലൈഖയാണ് അവിടെ അസത്യം പറയുന്നത്, യൂസുഫ് സത്യസന്ധനുമാണെന്ന് ഒരു വഴി ആ സഹോദരൻ പറയുകയാണ്. അസീസ് മന്ത്രി പരിശോധിക്കുമ്പോ കമീസ് പിൻഭാഗത്താണ് കീറിയിരിക്കുന്നത് എന്ന് കണ്ടപ്പോ അസീസ് മന്ത്രി പറഞ്ഞു, ഇന്നഹു തീർച്ചയായും സുലൈഖയോട് പറയുന്നു, ഇന്നഹു തീർച്ചയായും നീ പറഞ്ഞ വാക്കുണ്ടല്ലോ, മിൻ കൈദിക്കുന്ന നിങ്ങളുടെ തന്ത്രങ്ങളിൽപ്പെട്ടതാണ്. അഥവാ മന്ത്രി, പ്രിയപ്പെട്ട ഭർത്താവേ, എന്നെ കൊണ്ട് ഈ സയ്യിദ് മോശം, എന്നെ കൊണ്ട് ഈ അടിമ ദുഷിച്ച പ്രവർത്തനങ്ങൾ കരുതിയിരിക്കുന്നു. നിങ്ങളുടെ അഖിലിനെ കൊണ്ട് കരുതിയവർക്ക് ഒന്നുകിൽ കാരാഗ്രഹം ജയിൽ കൊടുക്കണം, അല്ലെങ്കിൽ നല്ല കടുപ്പമുള്ള ശിക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞ വാക്കില്ലേ, അത് നീ കൈദിക്കുന്ന നിങ്ങളുടെ തന്ത്രങ്ങളിൽപ്പെട്ടതാണ്. ഇന്ന കൈദക്കുന്ന അദീം, തീർച്ചയായും പെണ്ണുങ്ങളെ നിങ്ങളുടെ തന്ത്രം വളരെ വലുതാണ്. നിങ്ങളുടെ കുതന്ത്രങ്ങൾ വളരെ വലുതാണ്. യൂസുഫ്, എന്നിട്ട് ഈ സയ്യിദ് അസീസ് മന്ത്രി യൂസുഫിനോട് പറയാ, ഓ യൂസുഫേ, ഈ പ്രവർത്തനത്തെ തൊട്ട്, എന്റെ ഭാര്യയിൽ നിന്ന് ഉണ്ടായ ഈ സംഭവത്തെ തൊട്ട് നീ തിരിഞ്ഞു കളയണം. ഇത് മനസ്സിൽ വെക്കരുത്, ഇത് മറന്നേക്കണം. ഇതാരോടും പറഞ്ഞ് എന്നെയും എന്റെ കുടുംബത്തെയും വഷളാക്കരുത്. നീ റബ്ബിനോട് പൊറുക്കലിനെ തേടുക. നിന്നിൽ നിന്ന് സംഭവിച്ച അപരാധങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് നീ പൊറുക്കലിനെ തേടുക. ഇന്നകി കുന്തി മിനൽ ഖാതിഈൻ, നീ തെറ്റ് ചെയ്തു എന്ന് സമ്മതിക്കുന്നുവെങ്കിൽ നീ റബ്ബിനോട് പൊറുക്കലിനെ തേടുകയും ചെയ്യുക. യൂസുഫെ, ഈ സംഭവം ഇത് ഈ റൂമിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം, ഇത് പുറത്തെത്തുകയും ചെയ്ത് എന്നെ വഷളാക്കുകയും ചെയ്തത് യൂസുഫെ എന്ന് ഈ അസീസ് മന്ത്രി രണ്ടുപേരോട് പറഞ്ഞ് ആ പ്രശ്നം അവിടെ തീർക്കുകയാണ്. പക്ഷേ ഈ വാർത്ത അടുക്കള രഹസ്യം, അങ്ങാടിപ്പാട്ടെന്ന് പറയുന്ന രൂപത്തിൽ സുലൈഖ ബീവി തന്റെ വീട്ടിലെ അടിമച്ചെറുക്കലുമായിട്ട് ശാരീരിക ബന്ധത്തിന് ശ്രമിച്ചു. സുലൈഖ അടിമച്ചെറുക്കന്റെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയി എന്ന വാർത്ത നാട്ടിലൊക്കെ പരക്കുകയാണ്. പ്രത്യേകിച്ച് പെണ്ണുങ്ങളുടെ ഇടയിൽ, നാട്ടിലുള്ള പെണ്ണുങ്ങൾക്കിടയിൽ, വലിയ ഉന്നതന്മാരുടെ ഭാര്യമാർക്കിടയിൽ സുലൈഖ വെറും ഒരു അടിമപ്പയ്യന്റെ മുന്നിൽ അതേ ലൈംഗിക ആവശ്യത്തിന് വേണ്ടി ചെന്നു. അവൾ വശളായി എണ്ണത്തൊക്കെ തുടങ്ങി. സുലൈഖക്ക് മോശമാകുന്ന രൂപത്തിലുള്ള വാർത്ത മിസ്റിൽ മുഴുവനും പരക്കുകയാണ്. അപ്പോ അതിൽ നിന്ന് സുലൈഖക്കൊന്ന് രക്ഷപ്പെടണം. എന്നെ കുറിച്ച് നാട്ടിലൊക്കെ പരന്ന ഈ ദുഷ്പേര് അതൊന്ന് മാറ്റിയെടുക്കണമെന്ന് കരുതിയിട്ട് സുലൈഖ അടുത്ത തന്ത്രം പ്രയോഗിക്കുകയാണ്. അടുത്ത തന്ത്രം, സഹോദരിമാർക്കിടയിൽ തന്റെ പഴയ പേരും പ്രശസ്തിയും ഉണ്ടായിത്തീരാൻ വേണ്ടി ഇപ്പോൾ വന്ന ചെറിയ കളങ്കം, ഒരു ദുഷ്പേര്, അത് മാറിക്കിട്ടാൻ വേണ്ടി സുലൈഖ അടുത്ത തന്ത്രം പ്രയോഗിക്കുന്നു. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ദിവസം നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ സംഭവം അവസാനത്തിലേക്ക് എത്തുമ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ ആ സഹോദരങ്ങളൊക്കെ മടങ്ങി വരുന്ന രംഗമുണ്ട്. സഹോദരങ്ങളൊക്കെ മടങ്ങി വരുന്ന, യാക്കൂബ് നബിയാകുന്ന ഉപ്പയും യൂസുഫ് നബിയാകുന്ന മകനും തമ്മിൽ ചേരുന്ന ആ സുന്ദരമായ നിമിഷങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്.
24-25 ആയത്തുകളെ ആയിട്ടുള്ളൂ. 111 ആയത്തുകളാണ്. ഞാൻ തുടക്കത്തിൽ 121 ആയത്തെന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ സാറത് ഓർമ്മപ്പെടുത്തി. എനിക്ക് ചെറിയ തെറ്റുപറ്റിയ 111 ആയത്തുകളാണ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിന്റെ സംഭവങ്ങളെ, ചരിത്രങ്ങളിലൂടെയുള്ള നമ്മുടെ ഈ സഞ്ചാരം അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. സ്വർഗത്തിലേക്കുള്ള യാത്രയായി നമ്മുടെ ഈ പ്രവർത്തനത്തെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സദസ്സിന്റെ ഹക്ക് കൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തി തരട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. സയ്യിദുൽ ശുഹൂർ റമദാൻ മാസങ്ങളുടെ നേതാവ്, ദിവസങ്ങളുടെ നേതാവും എന്ന വെള്ളിയാഴ്ചയുമാണ്. അല്ലാഹു എല്ലാ ഖൈറാത്തുകളെ കൊണ്ടും നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.